എല്ലാവരും ബഹുമാനാദരവോടുകൂടി കണ്ടിരുന്ന ഒരു തറവാടിനോട് പലർക്കും വെറുപ്പ് തോന്നുന്നുണ്ട് എങ്കിൽ, അത് കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്നുണ്ട് എങ്കിൽ, ഒന്നിരിക്കെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥിതിവിശേഷങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചർച്ചിൽ പോയി കൊണ്ട് കേക്ക് മുറിക്കുക, സിനിമ നടന്മാരുടെയും നടിമാരുടെയും കൂടെ സെൽഫി എടുക്കുക, പുത്തനാശയക്കാരുടെ ആശയം പ്രചരിപ്പിക്കുമാർ അവരുടെ സമ്മേളനങ്ങളിൽ പോയി കൊണ്ട് പങ്കെടുക്കുക, അത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്നവരെയും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്താൻ പറയുന്ന പണ്ഡിത സഭയെ പരസ്യമായ നിലയ്ക്ക് വിചാരണ ചെയ്യുക, സുന്നി ആശയങ്ങളെ പരസ്യമായ നിലയ്ക്ക് സഹപ്രവർത്തകരും അല്ലാത്തവരും കളിയാക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും അതിനൊക്കെ മൗനാനുവാദം നൽകുക. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ തറവാട്ടുകാരുടെ മേന്മകള്. ഇത് കണ്ടുകൊണ്ട് വളരുന്ന ഒരു സമൂഹം സ്വാഭാവികമെന്നോണം സുന്നി ആശയത്തിനോട് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് എങ്കിൽ അവരെ വെറുക്കും. അവർക്ക് മുമ്പുണ്ടായിരുന്നവർ പലരും പലതുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. തറവാട്ട് മഹിമ അതേപോലെ നിലനിർത്തണമെങ്കിൽ ആ തറവാട്ടുകാര് മുൻപ് ചെയ്തിരുന്ന സുന്നി ആശയങ്ങളോടുള്ള എല്ലാ പ്രതിബദ്ധതയും അതുപോലെ ഇപ്പോഴുള്ളവരും കൊണ്ടു നടക്കുന്നവരാവണം. ജ്ഞാതം കണ്ട് ഞങ്ങളുടെ മുൻഗാമികളാകുന്ന തറവാട്ടുകാര് വലിയ ബഹുമാനമുള്ളവരും നാട്ടുകാരും മുഴുവനും സ്നേഹിക്കുന്നവരുമായിരുന്നു. അതേ സ്നേഹം ഞങ്ങൾക്കും കിട്ടണമെന്ന് വാശി പിടിച്ചത് കൊണ്ടൊന്നും ഇത് കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ചെയ്ത്തികളായിരിക്കും നമ്മളുടെ ഓരോരുത്തരും നമ്മളോട് കാണിക്കുന്ന ബഹുമാനത്തിനും ആദരവിനും കാരണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും അതെല്ലാം നിങ്ങൾ തിരുത്തണം എന്ന് ആവശ്യപ്പെടുമ്പോഴും സുന്നി സംഘടനകളെപ്പോലും പണ്ഡിത സഭകളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അവർ ഞങ്ങളോട് ചെയ്തത് തെറ്റാണെന്നും പരസ്യമായ നിലക്ക് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞാല് അത് ആ പണ്ഡിത സഭ കേൾക്കൂല എന്ന് മാത്രമല്ല, പൊതുസമൂഹം നിങ്ങളെ വിലയിരുത്താനും കൂടി കാരണമാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്.